പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏകാന്തത ആർക്കാ ഇഷ്ടം അല്ലേ? എപ്പോഴും 4 പേർ ചുറ്റും കാണണം എന്നാഗ്രഹിക്കുന്നവരല്ലേ നാം ഓരോരുത്തരും. ഞാൻ അങ്ങനെ. എനിക്കെപ്പോഴും ആൾക്കാരുമായിട്ടുള്ള കൂട്ടായ്മ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഏകാന്തതയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒറ്റപ്പെടലിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത അനേക അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഏകാന്തതകളൊക്കെ എൻ്റെ ജീവിതത്തെ ഒത്തിരി പണിതു. മറ്റാർക്കും കൊടുക്കാത്ത അനേക വെളിപ്പാടുകളും ദൈവിക ശബ്ദങ്ങളും ദൈവ സാന്നിധ്യവും ഒക്കെ പ്രാപിപ്പാൻ, അതൊക്കെ എൻജോയ് ചെയ്യുവാൻ എനിക്ക് ഏകാന്തത സഹായകമായി. ഞാൻ കർത്താവുമായി ഏറ്റവും കൂടുതൽ അടുത്തിരുന്നതും എൻ്റെ ഏകാന്തതയുടെ വേളകളിലാണ്. ലിറ്ററലി ദൈവ സാന്നിധ്യം എൻ്റെ മുറിയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവ് എന്നെ വന്ന് തൊടുന്നതും എന്നോട് സംസാരിക്കുന്നതും എന്നെ ചേർത്ത് പിടിക്കുന്നതുമൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നാം ഏറെ സ്നേഹിക്കുന്ന വ്യക്തിത്വം നമ്മുടെ മുറിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ വ്യക്തിയുടെ മണം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമല്ലേ? നാം എത്ര കണ്ണടച്ചിരുന്നാലും നമ്മളുടെ മക്കളോ നമ്മളുടെ മാതാപിതാക്കളോ നമ്മളുടെ ജീവിത പങ്കാളിയോ ഒക്കെ അടുത്ത് വന്നാൽ കണ്ണടച്ചിരിക്കുന്ന നാം അവരുടെ ഗന്ധം കൊണ്ട് മനസ്സിലാക്കും. അങ്ങനെയാണെങ്കിൽ നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് നമ്മുടെ മുറിക്കകത്ത് വരുമ്പോൾ അവിടുത്തെ ആ സ്വീറ്റ് അരോമ നമുക്ക് ശ്വസിക്കുവാൻ സാധിക്കത്തില്ലേ? ഏകാന്തതയിൽ അതൊക്കെ നമുക്ക് അനുഭവിക്കാം എന്നുള്ളൊരു നേട്ടമുണ്ട്. ഞാൻ ചില മണിക്കൂറുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നൊരു മോളോടും മോനോടും ഇങ്ങനെ പറയുകയായിരുന്നു, പത്മോസ് ആർക്കും ഇഷ്ടമില്ല. ശിക്ഷിക്കപ്പെടുന്നവരെ കൊണ്ട് തള്ളുന്ന സ്ഥലമാണ് പത്മോസ് ദ്വീപ്. മുന്നേ വന്ന വ്യക്തികളുടെ ചേതനയേറ്റ ശരീരം, അവരുടെ അസ്ഥികൂടങ്ങൾ, വിഷപ്പാമ്പുകൾ ഒക്കെ ആ ദ്വീപിലുണ്ട്. ആ ദ്വീപിലേക്കാണ് യോഹന്നാനെ തള്ളിക്കളഞ്ഞത്. കർത്താവിനെ ഏറെ സ്നേഹിച്ച ആ ഭക്തൻ കടന്നുപോയ ഏകാന്തത, ഭയാനകമായ അന്തരീക്ഷം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ഏകാന്തതയിൽ തനിക്കൊരു കേടും സംഭവിച്ചില്ല. താൻ ദൈവിക ദർശനങ്ങൾ കണ്ടു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ മതിമറന്നു. വിശുദ്ധ സഭയ്ക്കുള്ള വെളിപ്പാട് കർത്താവ് തന്നെ ആ ഏകാന്തതയിൽ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഏകാന്തതയിലല്ലേ ഇന്നിരിക്കുന്നത്? വിവരിക്കുവാൻ പറ്റുന്നില്ല അല്ലേ? എന്ത് ചെയ്യണമെന്നറിയത്തില്ല അല്ലേ? ഭയാനകമായ അന്തരീക്ഷമാണ് ചുറ്റുമല്ലേ? മുമ്പിൽ അവ്യക്തമല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, മുട്ടുമടക്ക്. കർത്താവിന് ചില പദ്ധതികളുണ്ട്. ഈ ഏകാന്തതയിൽ നിങ്ങളോട് ഇടപെടാൻ, സ്വർഗീയ ദർശനങ്ങൾ തരുവാൻ, അവിടുത്തെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, മാനുഷികമായി അടുത്താരുമില്ല എന്നേ ഉള്ളൂ. പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യം തൊട്ടരികിലുണ്ട്. നിങ്ങളതൊന്ന് തിരിച്ചറിഞ്ഞേ. ഭാരപ്പെടേണ്ട, കരയണ്ട, ആരും എനിക്കില്ല എന്ന് പരാതി പറയണ്ട. കർത്താവിൻ്റെ സാന്നിധ്യം തൊട്ടരികിലുണ്ട്. അതിൽ ഒന്ന് ലയിക്കുവാൻ പഠിച്ചേ. ആ സാന്നിധ്യം ഒന്ന് തിരിച്ചറിഞ്ഞേ. ഈ ഏകാന്തതയിൽ സാന്നിധ്യം അനുഭവിക്കുക മാത്രമല്ല, ചില പ്രത്യേക നന്മകൾ, ചില പ്രത്യേക വരങ്ങൾ, ചില പ്രത്യേക ഇടപെടലുകൾ സ്വർഗം നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു.
ഈ ഏകാന്തത തിന്മയ്ക്കല്ല, നന്മയ്ക്ക. പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഞങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചതിന് നന്ദി. പത്മോസിൽ യോഹന്നാനോട് കൂടിയിരുന്ന സാന്നിധ്യമേ, ഏകാന്തതയുടെ ആഴത്തിലായിരിക്കുന്ന അങ്ങയുടെ പൊന്നു മക്കളുടെ അരികിലേക്ക് അങ്ങിപ്പോൾ ഒന്ന് ഇറങ്ങി ചെല്ലണമേ. അങ്ങ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമേ. അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അങ്ങേ ഒന്ന് കാണട്ടെ. അവരുടെ ശരീരത്തിൽ അങ്ങേ ഒന്ന് അനുഭവിക്കട്ടെ. അവരുടെ മുറിക്കകത്ത് അങ്ങയുടെ സാന്നിധ്യം എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ശ്വസിക്കട്ടെ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങേ വേണം. ഞാൻ എൻ്റെ പ്രിയരെ ബ്ലെസ് ചെയ്യുന്നു. മഹത്വം അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.